നമ്മളിന്ന് പതിവില്ലാത്ത പോലെ നമ്മൾ കാറിനകത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാറിനകത്ത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ വല്ല കുറ്റം പറയാനോ നല്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അഭിഹിതം പറയാനോ ഒളിച്ചോട്ടം പറയാനോ ഒന്നുമല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പം ആ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മളെ വീഡിയോ ചെയ്യുന്ന ഞങ്ങളും ഒക്കെ ഒരു ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്താ പറയുക, അതൊരു വല്ലാത്തൊരു ലൈഫായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം യൂട്യൂബിൻ്റെ രീതിയൊക്കെ മാറി, ട്രെൻഡ് മാറി. ഇപ്പോഴത്തെ സബ്ജക്റ്റൊക്കെ വേറെയാണ്. ഇപ്പം പുതിയ പുതിയ സബ്ജക്റ്റുകളിലൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ശരി, അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ അതൊന്നും പറയാൻ വേണ്ടി ഒന്നുമല്ല വന്നത്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ വന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കൊടൈക്കനാലിലാണ് താമസിക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് നമുക്ക് ഒരാഴ്ചക്ക് ഒരു 2-3 കോളെങ്കിലും മിനിമം വരും കേട്ടോ. അധികം ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗൾഫിൻ നമ്പറാണ്. നമ്മൾ വല്ല റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് വിളിക്കുന്നത് എന്തായിരിക്കും, ചേട്ടാ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ജോലിയൊക്കെ നിർത്തി നാട്ടിൽ വന്നിട്ട് ഒരു ലോറി എടുത്താലോ എന്നൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞാണ് അധികം വിളിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നിരന്തരമായ കോൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നോ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഈ ലോറി മേഖലയിൽ വന്നാലുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് അറിയാതെ ജോലി നിർത്തി നാട്ടിൽ വന്ന് ഈ ലോറി എടുത്ത് സാമ്പത്തികമായി തകർന്ന് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ബുക്കിനകത്ത് ഒത്തിരി കണക്കുകളുണ്ട്. ഞാൻ പണ്ട് അക്കൗണ്ടൻറ്റും കൂടെയാണ്. എനിക്ക് കണക്ക് കൂട്ടൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളിപ്പം ഇവിടെ ആണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കണക്ക് എല്ലാം സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പം ഈ ബുക്ക് നിറച്ച് കുറേ ലോറിയുടെ കണക്കുണ്ട്. അതായത് മെയിൻ കണക്കെന്ന് പറയുന്നത് 12 വീലിൻ്റെ കണക്ക് എനിക്കറിയാം, കണ്ടെയ്നർ ലോറിയുടെ കണക്കറിയാം. അതായത് 6 വീല് കണ്ടെയ്നർ, 12 വീല് ലോറി, പിന്നെ 6 വീല് ഓപ്പൺ ബോഡി. ഇതിൻ്റെ 3ൻ്റെ കണക്ക് എനിക്കറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ 3 ലോറിയിലും കുറച്ച് നാൾ ഓടിക്കുകയും കുറച്ച് നാൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തതിൻ്റെയൊക്കെ പരിചയം വെച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മേഖലയിൽ വണ്ടിയിലൊക്കെ പോയി നല്ല പരിചയമുണ്ട്, എല്ലാ റൂട്ടിലൊക്കെ ഓടി നല്ല പരിചയമായ ഡ്രൈവറായിട്ടുണ്ടെന്ന ആൾ ഒരു ദിവസം അയാൾക്ക് സ്വന്തമായിട്ട് അയാൾ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് വണ്ടി വാങ്ങിച്ചു നടത്തുന്ന അവരെ കുറിച്ചല്ല ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഒന്നും അറിയാതെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്ത് പണ്ടങ്ങാണ്ട് ഒരു 6 വീല് വണ്ടി എവിടെയോ ഒരു 10 കിലോമീറ്റർ ഓടിച്ച പരിചയവും വെച്ചിട്ട് പണ്ടങ്ങാണ്ട് എടുത്തൊരു ലൈസൻസും ഉണ്ട്, അതും വെച്ചിട്ട് ഇത് രണ്ടും മതി ഈ ഒരു മേഖലയിൽ വരാനെന്ന് പറഞ്ഞ് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല എല്ലാവരും അല്ല. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതായത് ഈ മേഖലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ പണ്ടങ്ങാണ്ട് വണ്ടി ഓടിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മേഖലയിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ റോഡിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഓടുന്നത് കാണാം. പക്ഷേ ഈ വണ്ടികൾ ഓടുന്നത് എല്ലാവരും പേർക്ക് ഇതൊക്കെ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് ഓടുന്നതാണ്. അല്ല, ഒരു വണ്ടിയുള്ളവന് ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് ഓടിക്കാൻ വലിയ പാടാണ്. 10 വണ്ടിയുള്ളവന് ഒരു 5 വണ്ടി ലോൺ ഇല്ലെങ്കിൽ അത് അവന് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുനടക്കാം. അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പോൾ അധികം ഓടുന്നത്. ഈ ഒറ്റ വണ്ടി എടുത്ത് നടക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ജോലി ചെയ്താൽ നമുക്ക് മിനിമം ഒരു ദിവസം ഒരു 1000 രൂപ ഒരാൾക്ക് ശമ്പളം കിട്ടുമെന്ന് പറയാം. അപ്പം നമുക്ക് 1000 രൂപ മതി നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു വണ്ടിയുടെ കാര്യം അങ്ങനെയല്ല. ഒരു വണ്ടി ഓടിയാൽ ഓടിയില്ലേലും ഒരു ദിവസം ഇത്ര ചിലവുണ്ട്. അത് ഓരോ വണ്ടി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ചിലവുകൾ മീറ്റ് ചെയ്യാനുള്ള അത്രയും വരുമാനം ലോറിയിൽ നിന്ന് കിട്ടുന്നില്ലെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവരും പറയത്തില്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഡ്രൈവർ കം ഓണറായിട്ട് ഒരു വണ്ടി കൊണ്ടു കൊടുക്കുന്നത് കിട്ടും. അല്ലാതെ ഒരു വണ്ടി നാട്ടിൽ വാങ്ങിച്ചിട്ടിട്ട് ആ വണ്ടി കൊണ്ട് ഡ്രൈവറെ വിട്ട് വണ്ടി ഓടിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് വെളിയിൽ നിന്നൊക്കെ ജോലി കളഞ്ഞ് വരുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പോയി വണ്ടി എടുക്കരുത്. വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഒരു വരുമാനം ഈ മേഖലയിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം എന്താ പറയുക, ഈ പണമെല്ലാം കൊണ്ടുപോകുന്നത് പല ആൾക്കാരാണ്. പണിയെടുക്കുന്നത് നമ്മളും പണം കൊണ്ടുപോകുന്നത് വേറെ ആൾക്കാരാണ്. ഇതിൽ ഇപ്പം ബ്രോക്കേഴ്സ് ഉണ്ട്, പിന്നെ പോകുന്ന വഴിക്ക് പോലീസുകാർക്ക് പൈസ കൊടുക്കണം, പിന്നെ മെക്കാനിക്ക്, പഞ്ചർ ഒട്ടിപ്പ്, ടയർ, ഇത് പറഞ്ഞ ഇതുപോലെ വെളിയിലുള്ളവർക്കാണ് നമ്മളെ പണിയെടുക്കുന്നതിൻ്റെ പൈസയുടെ പകുതി മുക്കാലും പോകുന്നത്. നമുക്ക് അത്രയും കിട്ടുന്നില്ല. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് കോൾ വന്ന് പിന്നെ അതിൻ്റെ പുറകെ കേട്ടോ. വെട്ടമൊക്കെ കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾ പറയുന്ന മാത്രം കിട്ടുന്നത് കേട്ടോ. അപ്പം ഇനി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആർക്കൊക്കെ വണ്ടി എടുക്കാമെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പോൾ ഈ മേഖലയിൽ ഇല്ലാതെ ഇതിലോട്ട് വരുന്നവരെ കുറിച്ചാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളൊന്ന് ഒരു വണ്ടിയിൽ പോയി നോക്കുക. ഒരു 6 മാസമെങ്കിലും ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത് ഈ മേഖലയിൽ നമുക്ക് ഉറക്കം ഉണ്ടാകത്തില്ല. മെയിൻ കാര്യം മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം. ഉറക്കം പോവും. ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. നല്ല അധ്വാനമുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിയിൽ കയറി ഇറങ്ങലും ഒക്കെ ആയിട്ട് അധ്വാനമുണ്ട്. പിന്നെ
നമ്മുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയെ അടുത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ കിടക്കുവാണ്. ഇതെല്ലാം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചു. നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ വണ്ടിയുടെ ഒരു 5 വർഷമാണ് വണ്ടിയുടെ മിനിമം ലോണെങ്കിൽ നിങ്ങൾ ലൈഫിൽ 5 വർഷം നിങ്ങൾ മാറ്റി വെച്ചേക്കുക. അത് നമ്മളെ ലൈഫെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരവും ഉറക്കവും എല്ലാം നമ്മൾ മാറ്റി വെച്ച് പണിയെടുത്താൽ വണ്ടിയുടെ ലോണും അടച്ച് ജീവിച്ചു പോകും. ആ ലോൺ കഴിയുന്ന ഒരു 5 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ മാത്രം പോയി സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഓടുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ 5 വർഷം നിങ്ങൾ ലൈഫിൽ നിന്ന് നിങ്ങൾ മറന്നേക്കുക. കാരണം 5 വർഷത്തിന് വേണ്ടി എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ലോണും അടച്ച് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്രയും വില്ലിങ് ഉള്ളവർ മാത്രം സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഓടുക. അല്ലാത്തവർ ഡ്രൈവറായിട്ട് പോയാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കളഞ്ഞിട്ട് പോകാം. പക്ഷേ ഈ ലോറി വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യാമെന്ന പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കണം, ഇതിന്ന് ഒരു തിരിച്ചുവരവില്ല. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് 5 കൊല്ലം ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി പണിയെടുക്കും, ഈ വണ്ടി കൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങും, അല്ലെങ്കിൽ ലോഡ് എടുക്കും, ഓടും. ഫാമിലി എല്ലാം ഞാൻ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഓടുക. അല്ലാത്തവർ ദയവ് ചെയ്ത് പോയി വണ്ടി എടുക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബുക്കിനകത്ത് കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു 6 വീല് വണ്ടി എറണാകുളത്ത് നിന്ന് പല്ലടം, നമ്മൾ എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരുള്ള പല്ലടത്തേക്ക് സ്ക്രാപ്പും കൊണ്ടുപോയതിൻ്റെ വാടക എന്ന് പറയുന്നത് 13,000 രൂപയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വെച്ചാണ് പോകുന്നത്, വലിയ മൈലേജ് ഒന്നും കിട്ടാത്തൊരു ഓട്ടമാണ്. ആ ഓട്ടോ ഓടിയിട്ട് നമുക്ക് കിട്ടിയ ബാലൻസ് എന്ന് പറയുന്നത് 2,300 രൂപ. അതായത് ഈ ഇത്രയും വലിയ വണ്ടി നിറച്ചും ആക്രി എല്ലാം കയറ്റി നമ്മൾ കൊണ്ടുപോയി അവിടെ കോയമ്പത്തൂർ കൊടുത്തപ്പം ചിലവും എല്ലാം കഴിച്ചിട്ട് നമുക്ക് കിട്ടിയ 2,300 രൂപയാണ്. 2,300 രൂപ കൂടി പോയാൽ 3,000 രൂപ കൂട്ടിക്കോ. 3,000 രൂപ കിട്ടിയെന്ന് വെച്ചോ. അതിൽ നമ്മൾ കുറച്ച് ലോക്കും ചെറിയ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു, അതും കൂടെ ചേർത്തുള്ള കണക്ക് അതിനകത്തുള്ളത്. 3,000 രൂപ കിട്ടി. 3,000 രൂപ എറണാകുളത്തുനിന്ന് പല്ലടം വരെ പോയപ്പോൾ 3,000 രൂപ കിട്ടി. ഇതാണ് 6 വീല് വണ്ടി ഓടിയാൽ കിട്ടുന്നൊരു വാടക. ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ചില ഓട്ടത്തിന് വാടക കിട്ടും, ചില ഓട്ടത്തിന് വാടക കിട്ടത്തില്ല. പക്ഷെ പൊതുവേ പറഞ്ഞാൽ ഇതൊരു വാടക എന്ന് പറയുന്നത് ഭയങ്കര മോശം വാടകയാണ്. ഇപ്പോഴും എല്ലാ വണ്ടി ഇങ്ങനെയൊക്കെ തന്നെ ഓടിക്കൊണ്ടിരുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് എടുക്കും, മുംബൈ പോവും, അവിടെ നിന്ന് വല്ല ഉള്ളിയോ, മുംബൈയിൽ നിന്ന് വല്ല പാർസലോ അല്ലെങ്കിൽ നഗറിൽ നിന്ന് വല്ല ഉള്ളിയൊക്കെ കയറ്റി ഇങ്ങനെ ആൾക്കാർ പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നതേ ഉള്ളൂ. ഈ മേഖല വളരെ ഭയങ്കര മോശം മേഖലയാണ്. മോശം മേഖല എന്ന് പറഞ്ഞാൽ പണി എടുക്കുന്നതിനൊരു വിലയില്ല, എടുക്കുന്നതിനൊന്നും കിട്ടുന്നുമില്ല. എന്നാൽ ബാക്കിയുള്ള പണി എടുക്കാത്തവരെല്ലാം പൈസ കൊണ്ടുപോകുന്നും താനും. ഗവൺമെൻറ് ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ളവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പണിയെടുക്കുന്നതിന് പൈസ കിട്ടാത്തൊരു മേഖലയാണ്. അപ്പം വെറുതെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ജോലി ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാതെ ഒരു ഭയങ്കര അവസ്ഥയാണ് ഈ ഒരു ലോറി മേഖല എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലോറിയുടെ ഒക്കെ വീഡിയോസ് നമ്മളൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് സത്യം പറയാൻ ഇപ്പം വെളിയിലുള്ളവർക്കും ആൾക്കാർക്കൊക്കെ ലോറിയിലൊക്കെ വരാൻ താല്പര്യം, ഈ മേഖലയിലോട്ട് വരാനൊക്കെ താല്പര്യപ്പെടുന്നത്. അതൊക്കെ റോഡിലേക്ക് കൂടെ പോകുന്നത് ഒരു നല്ല ആപ്പിളിൻ്റെ ഫോണിലൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. അല്ലാതെ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം നിലവിൽ ഇത് അറിയുന്നവരും ഓൾറെഡി ചെയ്യുന്നവരും ഒക്കെ ചെയ്തുകൊണ്ട് പോട്ടെ, അവർക്ക് അതിനെപ്പറ്റി അറിയാം. ഇത് പല രീതിയിലൊക്കെ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകും. എന്ന് വെച്ചാൽ കുറേ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ലാഭം ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നവർ അവരിപ്പോഴും നടത്തുന്നു. പിന്നെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഡീസലിലും പിന്നെ ശമ്പളത്തിലും ഒക്കെ കുറവൊക്കെ വരുത്തിയിട്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പിടിച്ച് നിന്ന് പോകുന്നത്. പിന്നെ പണ്ട് തൊട്ടേയുള്ള കമ്പനികളും ഒത്തിരി വണ്ടികളുള്ളവരൊക്കെയാണ് പിടിച്ചത്. പുതുതായിട്ട് ഈ മേഖലയിൽ വരുന്നവർ ദയവേത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കൊല്ലം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ചെയ്ത് ഈ മേഖലയിലോട്ട് ഇറങ്ങി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബിസിനസ് വണ്ടികൾ കൂട്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാത്രം. അല്ല നമ്മളെപ്പോലുള്ള ആഗ്രഹം വെച്ചെല്ലാം പോയി എടുക്കരുത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല വണ്ടിയിൽ ഓടാൻ പോയിട്ട് ആഗ്രഹം തീർക്കുക. അല്ലാതെ സ്വന്തമായിട്ടൊരു കുഴി തോണ്ടിയിട്ട് ആഗ്രഹം തീർക്കാതിരിക്കുക. അത്രയ്ക്കും വാടക കുറവാണ് ഈ ലോറി ഓട്ടം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ കൊടൈക്കനാലിൽ ഒരു എട്ടിയോസ് വണ്ടി ഉണ്ടെങ്കിൽ ഇവിടുന്ന് 15 കിലോമീറ്റർ ഗുണ കേവും പില്ലർ റോക്കും ഇതെല്ലാം ചുറ്റി വന്നതിന് 15 കിലോമീറ്ററാണ്. ആ വണ്ടിക്ക് 3,000 രൂപ അല്ലെങ്കിൽ 2,500-3,000 രൂപ വാടകയുണ്ട്. അതിൽ 500 രൂപ പോലും ഡീസലാകത്തില്ല. ആ 10-15 കിലോമീറ്റർ ഉള്ളൂ. എട്ടിയോസ് ഒരു 15 മൈലേജ് ഉള്ള വണ്ടിയാണ്. പോയി വന്നാൽ എല്ലാ ചിലവും കഴിഞ്ഞ് 2,500 ആണെങ്കിൽ 500 രൂപ ചിലവ് കഴിഞ്ഞാൽ വണ്ടിക്കാരൻ 2,000 രൂപ കിട്ടും. 1,000 രൂപ ഡ്രൈവറിന് കൊടുത്താലും 1,000 രൂപ വണ്ടിക്ക് മിച്ചമെങ്കിലും കിട്ടും. അപ്പോൾ ഇവിടെ ഓടിയ ഒരു 1,000 രൂപയെങ്കിലും വണ്ടിക്ക് കിട്ടുമെന്ന് പറയാം. ലോറിക്ക് 1,000 രൂപ മിച്ചം കിട്ടുന്നതും കാറിന് 1,000 രൂപ മിച്ചം കിട്ടുന്നതും രണ്ടും രണ്ടാണ്. ലോറി അറിയാമല്ലോ, ലോറിക്ക് നമുക്ക് നല്ല ചിലവുള്ള കാര്യമാണ്.
പ്രത്യേകിച്ചുള്ള ചിലവ് എന്ന് പറയുന്നത് ടയറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിലയാണ്. അപ്പം ടയർ മെയിൻ്റെനൻസ്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പഞ്ചറാവുക, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എവിടെയെങ്കിലും ഇനി തട്ടലോ മുട്ടലോ വരിക, ഇതെല്ലാം റോഡിൽ ഓടുന്ന സാധനമാണ്. എപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതിനകത്ത് വേറൊരു പോയിന്റ് കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ലോറി എടുത്ത് നടത്താൻ പ്ലാൻ ചെയ്തിട്ട് ഒരാൾ ഡ്രൈവർ കം ഓണർ എന്നുള്ള രീതിയിൽ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. പോയി വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റും കൊടുത്തു, വണ്ടി ഇറക്കി, എല്ലാ അത്യാവശ്യത്തിനുള്ള പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം നടത്തി വണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ ആളുടെ കയ്യിൽ ഒരു ഡീസൽ അടിക്കാനും ഒരു 10,000 രൂപ പോട്ടെ, ഒരു 50,000 രൂപ മാത്രം കയ്യിലുണ്ട്. 50,000 രൂപ കൊണ്ടാണ് ഈ ബിസിനസ്, ബാക്കി എല്ലാ ചിലവുകളും കഴിഞ്ഞ ഒരു 50,000 രൂപ കൊണ്ട് ഈ ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകും. കാരണം എന്താ പറഞ്ഞാൽ, എവിടെ നിന്നാണ് പണി കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ചിലവ് വരുന്നതെന്നോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെ പോയാലും ഒരു 5-6 മാസം വണ്ടി ഓടിയില്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന പൈസ എപ്പോഴും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആക്കി ഉള്ളവർക്ക് കുഴപ്പമില്ലാതെ പോവാം. അതായത് ബാക്കപ്പ് ഇല്ലാതെ ഉള്ള പൈസ എല്ലാം നുള്ളിപ്പറക്കി വണ്ടി എടുത്ത് ഡീസൽ അടിക്കാനുള്ള കുറച്ച് പൈസയും വെച്ചിട്ട് പുതിയൊരു വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും. ശരിക്കും പറഞ്ഞാൽ പണി കിട്ടും. അതാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറയാണ്. ഇതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് കുറേ നാൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ ഒരു 6 മാസം നമ്മൾ വണ്ടി ഓടിയാലും ഓടിയില്ലേലും പ്രശ്നമില്ല എന്നുള്ളൊരു ബാക്കപ്പ് പണവുമായിട്ടാണ് നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പൈസ ഇല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. ഇത് മാത്രം ഇത് വെച്ച് ഞാൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വലിയ പാടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അപ്പം സ്വന്തം കുഴി നോക്കി കണ്ട് കുഴിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ആരെയും വിഷമിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയുള്ള വീഡിയോ അല്ല. ഞാൻ സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൽ കുറേ എൻ്റെ അനുഭവത്തിലും ഉള്ള കണക്കുകളും ഡാറ്റയാണ് പറയുന്നത്. ഇത് ഞാനല്ല പറഞ്ഞത്, ഡാറ്റയാണ് പറയുന്നത്. ഇപ്പോഴുള്ള വാടക വെച്ച് ഇനി അങ്ങോട്ട് ഈ മേഖല എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഡീസലിനായാലും എല്ലാത്തിനും വിലയാണ്, ഒടിഞ്ഞ വിലയാണ്. ഇനിയും വില കൂടാനേ പോകുന്നുള്ളൂ. വാടക ഇനി കുറയാനാണ് പോകുന്നത്. കാരണം വാടക കുറഞ്ഞ് ഓടുവാണ്. കാരണം അതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ വാടക കുറഞ്ഞ് ഓടുന്നതിൽ നമ്മളും കൂടെ ഉത്തരവാദിയാണ്. അതായത് ഈ ഡ്രൈവർ കം ഓണർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പ് മണിയും ഇല്ലാതെ ലോറി എടുത്ത് വരുന്നവർ കിട്ടുന്ന വാടക വെച്ച് ഓടാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമില്ല, അവർ ചിന്തിക്കുന്നത് വണ്ടി ഓടിയിട്ട് വണ്ടിക്ക് ബാലൻസ് ഇല്ലെങ്കിലും ഡ്രൈവറിൻ്റെ ശമ്പളമെങ്കിലും കിട്ടിയാന്ന് പറഞ്ഞ് കിട്ടുന്ന വാടക വാങ്ങിച്ച് ഓടുന്നുണ്ട്. അങ്ങനെ ഓടുമ്പം എന്ത് ചെയ്യും, വാടക കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓടാൻ ആളുണ്ടല്ലോ, അതങ്ങനെയുള്ളൂ. ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ അതിന് വില കിട്ടത്തുള്ളൂ. ഇത് ഡിമാൻഡ് കുറയുകയാണ്, നമ്മൾ ഡിമാൻഡ് ഇല്ലാതാക്കുവാണ്. ഒരു സാധനം കിട്ടാനില്ലാത്തൊരു സാധനം എവിടെയും കിട്ടാനില്ല. ഇപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഉദാഹരണം, സ്വർണം നമുക്ക് എങ്ങനെ എവിടെയും എളുപ്പം കിട്ടത്തില്ല. അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്. എന്നാൽ ഇത് ഇഷ്ടംപോലെ എല്ലായിടത്തും കിട്ടുന്നതാണെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ല. അതേപോലെ തന്നെയാണ് വണ്ടി. നമുക്ക് ഇപ്പോൾ ഒരു ഓട്ടം വന്നാൽ വണ്ടി കിട്ടാനില്ലാത്തൊരവസ്ഥ വരണം. അങ്ങനെ വരുമ്പോഴേ ഇനി വാടക കൂടത്തുള്ളൂ എന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായ കാര്യം. ഇനി വാടകയുടെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങൾ നോക്കി കണ്ടു ആലോചിച്ച് വണ്ടി എടുക്കുക. നിങ്ങൾക്ക് 5 കൊല്ലം നിങ്ങൾ ലൈഫിൽ ലോറി ഇപ്പോൾ ഒരു ട്രക്ക് വാങ്ങിച്ചു, ഈ ട്രക്കിന് വേണ്ടി ഞാൻ എൻ്റെ 5 വർഷവും കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞിറങ്ങുന്നവർ വണ്ടി എടുത്തിട്ട് ഇറങ്ങിക്കോ. അല്ലാതെ ഉള്ള കമ്പനികളൊക്കെ അവർ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ആ രീതിയിൽ അവരൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള നിലവിലുള്ളവർ അങ്ങനെ പോട്ടെ. പുതിയതായിട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ അതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, 5 വർഷം നമ്മൾ ഇതിനു വേണ്ടി നിൽക്കും. അതായത് വണ്ടി ലോൺ തീരുന്നവരെങ്കിലും ഞാൻ തന്നെ ഓടി മുതലാക്കും എന്ന് തോന്നുന്നവർക്ക് ഇറങ്ങാം. പിന്നെ കയ്യിൽ കുറച്ച് പൈസ എപ്പോഴും എക്സസ് ആയിട്ടുള്ളവർക്ക് ഇറങ്ങാം. ഫാമിലിയെ ഒന്നും പ്രശ്നമില്ല, എനിക്ക് വണ്ടി ഈ മേഖലയിൽ വരണം, ഈ മേഖലയിൽ രക്ഷപ്പെടണം, വലിയ കമ്പനിയായി മാറണം എന്നുള്ളവർക്ക് വരാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ വരാം. പിന്നെ വലിയ വലിയ കമ്പനികൾ എന്ന് പറയുമ്പോൾ വേറെ കാര്യം കൂടെ ഞാനത് പറയാം. നമുക്ക് ചിലവ് കാണിക്കാൻ ഇപ്പോൾ ഒരു ടാക്സ് ബെനിഫിറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ചിലവ് കാണിക്കാൻ പറ്റിയൊരു മേഖലയാണ് ലോറി. അമ്മാതിരി ചിലവുകളാണ്. അപ്പം നമ്മൾ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കുറച്ച് വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ചിലവുകൾ ഒരുപാട് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റ് ഉണ്ട്. അത് അറിയാവുന്നവർ, ഫിനാൻഷ്യലി അറിയാവുന്നവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ആ രീതിയിൽ നടക്കുന്നുണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പം നമ്മളെ കാര്യം ഇത്രയേ ഉള്ളൂ. അറിയാവുന്നവർ മാത്രം പോയി വണ്ടി എടുക്കുക, കൊണ്ടുനടക്കാൻ പറ്റും വണ്ടി എടുക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കറിഞ്ഞ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് വീഡിയോ ചിലർക്ക് ഗുണമായിട്ടുണ്ടാവും, ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം.